പ്രസിദ്ധമായ മടിയൻകുലം കലശോത്സവത്തിന് മുന്നോടിയായി കളരികളിൽ ഓലകൊത്തൽ ചടങ്ങ് നടത്തി. ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. മെയ് 22-23 തീയതികളിലാണ് ഈ വർഷത്തെ കുലോം കലശം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. അടോട്ട് മൂത്തേടത്ത് കുതിരെ പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന് കീഴിൽ വരുന്ന അടോട്ട് കളരിയിലാണ് പൂർവാചാര വിധി പ്രകാരം ഓലകൊത്തൽ ചടങ്ങ് നടത്തിയത്. കളരിയിൽ ദീപം വെച്ച് പ്രാർത്ഥിച്ച ശേഷം ആചാരസ്ഥാനികർ കുമ്മണാർ കളരി മൂത്തകുരിക്കൾ, കോയ്മ, മടിയൻകുലം ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ, നായരച്ചൻ വീട് പ്രതിനിധി, പടിഞ്ഞാറ്റേൻ, മടിയൻ പുല്ലൂരാൻ, മടിയൻ തണ്ടാൻ, വയൽ തണ്ടാൻ, അടോട്ട് പഴയസ്ഥാനം ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരെയെല്ലാം സാക്ഷിയാക്കി ജയേഷ് കൂട്ടായിക്കാരനാണ് കളരിക്ക് മുന്നിലുള്ള തെങ്ങിൽ കയറി ഓല കുത്തിയത്. തുടർന്ന് നിലത്ത് വീണ ഓലയുടെ ദിശയും കിടപ്പും അടിസ്ഥാനമാക്കി ജന്മഗണിച്ചൻ വിനോദ് കപ്പണക്കാൽ ലക്ഷണം പറഞ്ഞു. ഇപ്പോൾ മലർന്നിട്ടുണ്ട്. മാഡം രാശിയിലേക്കാണ് യോഗമുള്ളത്. പ്രകരണം പറയുന്നത് ദേവി ഗതോത്സവസ്യാദു നാളികേര തരുക്ഷതം ക്ഷിപ്വ ഭുവി മലർന്നെന്ന് വീണാൽ സർവഗുണം തുലാം. കമിഴ്ന്നാൽ തത്വകലഹം ചോരോപദ്രവവും വരും. കമിഴ്ന്ന് ഉഭയരാശിയും മേഷമോ വന്നാൽ അത്യന്ത ദോഷമാം. ക്ഷേത്രാധിപാനം നാശം ച സാന്നിധ്യക്ഷേപം ചെല്ലാം സംഗതന്ത്വം വിരോധവും. വായുവഗ്നോ തമിഴ്നീടിൽ നൃത്ത നൈവേദ്യ ദോഷമാം. ധനാഭരണ വസ്ത്രാണം നാശം അഗ്നിഭയം ഭവേത്. ഇതൊക്കെയാണ് എൻ്റെ പ്രകരണം പറയുന്നത്. അപ്പോൾ ദേവി ഗതോത്സവസ്യാദു നാളികേര തരുക്ഷിത്വ ഭുവി മലർന്നുക വീണാൽ സർവഗുണം തുലം. ശേഷം ഓലയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ആചാരസ്ഥാനികർ അരിയും കുറിയും ചാർത്തി ഓല പ്രത്യേക രീതിയിൽ കെട്ടിയെടുത്ത് കളരിയിൽ വെച്ചു. കലശത്തിന് ഓല കുത്തിയാൽ പിന്നെ കലശം കഴിയുന്നതുവരെ കോലൂമ്പരുതിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഓലയോ മരമോ മുറിക്കാൻ പാടില്ല എന്നതാണ് നാട്ടുവഴക്കം. കൊത്തിയെടുത്ത ഓല കലശ ദിവസം രണ്ടായി പകുത്ത് കോലത്തേക്ക് കലശവുമായി പോകുമ്പോൾ മുന്നിലെ മാർഗതടസ്സങ്ങൾ നീക്കാനാണ് ആദ്യം ഉപയോഗിക്കുക. പിന്നീട് കോലത്തെ കലശത്തറയ്ക്ക് മുന്നിൽ ഈ ഓലയിട്ടാണ് കലശപ്പന്തൽ ഒരുക്കുക. ഓലകൊത്തലിന് ശേഷം കലശം എഴുന്നള്ളിക്കുന്നവരെ നിശ്ചയിക്കുന്ന ചടങ്ങും കളരിയിൽ നടന്നു. ബൈജു വീണച്ചേരി അടോട്ട് കലശവും രഞ്ജിത്ത് പുതിയപുരയിൽ പെരളംവയലിൽ കലശവും എഴുന്നള്ളിക്കും. ഈ വരുന്ന മെയ് 22-23 തീയതികളിലാണ് തെക്ക് തൃക്കരിപ്പൂർ ഒളവറപ്പുഴ മുതൽ വടക്ക് ചിത്താരിപ്പുഴ വരെ വരുന്ന അള്ളട മുക്കാതം നാട്ടിൻ്റെ അധിപനായ ശ്രീ ക്ഷേത്രപാലകേശ്വരൻ വാഴുന്ന മടിയൻകോലോത്ത് ഈ വർഷത്തെ കലശോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.